പിന്നെയും അഊദു പറയേണ്ട കുറെ സന്ദർഭങ്ങളുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാൻ അവസാനിപ്പിക്കുന്നതിൻ്റെ തൊട്ടു മുമ്പ് പറഞ്ഞ ഒരു സാഹചര്യം സമയക്കുറവ് കൊണ്ട് നമുക്കത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. സ്വപ്നം കാണുന്നതുമായി ബന്ധപ്പെട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, അർറുയ സ്വാലിഹത്തു മിനല്ലാഹ്. നമ്മളൊക്കെ ഉറങ്ങുന്നവരാണ്, ഉറങ്ങുമ്പോൾ ചിലപ്പോഴൊക്കെ സ്വപ്നങ്ങൾ കാണുന്നവരാണ്. ആ സ്വപ്നങ്ങൾ തന്നെ ചിലപ്പോൾ നമ്മെ സന്തോഷിപ്പിക്കുന്നതുണ്ടാവാം, ചിലപ്പോൾ നമ്മളെ പേടിപ്പെടുത്തുന്നതുമുണ്ടാവാം. എന്താണെങ്കിലും നമ്മെ സന്തോഷിപ്പിക്കുന്നതായ നല്ല നല്ല സ്വപ്നങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അർറുയ സ്വാലിഹത്തു മിനല്ലാഹ്, അത് അല്ലാഹുവിൽ നിന്നുള്ളതാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വറുയ സൂഉ മിനശ്ശൈത്വാൻ, മോശമായ സ്വപ്നമാണെങ്കിൽ, പേടിപ്പെടുത്തുന്നതാണെങ്കിൽ അത് പിശാചിൽ നിന്നും ഉണ്ടാകുന്നതാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫമൻ റആ റുയ ഫകരിഹ മിൻഹാ ശൈആ, ആരെങ്കിലും ഒരു സ്വപ്നം കാണുകയും അത് മോശമായതും വെറുക്കുന്നതും പേടിപ്പെടുത്തുന്നതുമാണെങ്കിൽ ഫൽയംഫുസ് അൻ യസാരി, അവനവന്റെ ഇടതുവശത്തേക്ക് തുപ്പട്ടെ, വൽയതഅവ്വദു മിനശ്ശൈത്വാൻ, എന്നിട്ടവൻ ശൈത്വാനിൽ നിന്ന് കാവല് ചോദിക്കട്ടെ, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം എന്ന് പറയുകയും ചെയ്യട്ടെ. ഉറക്കത്തിൽ നിന്ന് നമ്മൾ പേടിപ്പെടുത്തുന്ന സ്വപ്നം കണ്ട് ചാടി എഴുന്നേക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഇടതുവശത്തേക്ക് കാർക്കിച്ചു തുപ്പണമെന്നൊന്നുമല്ല. ചില ആളുകൾക്ക് തുപ്പലിനൊരു മര്യാദയില്ലാത്ത ആളുകളുണ്ട്. ആൾക്കൂട്ടത്തിനിടയിലാണെങ്കിൽ പോലും ഇങ്ങോട്ട് എന്തായാലും പറയാ, കാർക്കിക്കുക എന്നല്ലേ പറയാ, അല്ലേ? കാർക്കിച്ചിങ്ങെടുത്തോട്ടൊരു തുപ്പലാണ്. അടുത്ത് നിൽക്കുന്നവന്റെ ദേഹത്തേക്ക് തെറിച്ചാലും പ്രശ്നമില്ല, അവന് വെറുപ്പ് തോന്നിയാലും പ്രശ്നമില്ലാത്ത രീതിയിൽ തുപ്പുന്ന ആളുകളോട് ഇടപഴകുന്നതിന് നമുക്കൊരുപാട് അദബുകൾ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. എന്തിനും ഇസ്ലാമിൻ്റെതായ അദബുകളുണ്ട്. അത് തുപ്പുന്ന വിഷയത്തിലാണെങ്കിൽ പോലും. ഇപ്പോ ഭക്ഷണത്തിൽ തുപ്പുക, ഊതുക എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വിവാദങ്ങൾ നമ്മുടെ നേരെ ഉണ്ടായിട്ടുണ്ട്. ഭക്ഷണത്തിൽ, കഴിക്കുന്ന ഭക്ഷണത്തിൽ തുപ്പാനും പാടില്ല, അതിലേക്ക് ഊതാനും പാടില്ല. ചൂട് ചായയാണെങ്കിൽ അത് ചൂടാറ്റാൻ വേണ്ടി ഊതി ഊതി കുടിക്കുന്ന സ്വഭാവം മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തടഞ്ഞതാണ്, എതിർത്തതാണ്. അങ്ങനെയുള്ള നമുക്കൊരുപാട് അദബുകൾ ജീവിതത്തിൽ പഠിപ്പിച്ചപ്പോ തുപ്പേണ്ടി വരുന്ന സാഹചര്യമാണെങ്കിൽ അവൻ ഇടതുവശത്തേക്ക് തുപ്പണം, ആളുകളെ പ്രയാസപ്പെടുത്താൻ പാടില്ല. ഹൗദും കരയിലൊക്കെ വന്നിരുന്ന് വുളു ഉണ്ടാക്കുന്ന സമയത്ത് ചില ആളുകൾ വായിലൊക്കെ വെള്ളം കൊപ്പിളിച്ചിട്ട് വിരലുകൊണ്ടൊരു പല്ല് തേക്കലുണ്ട്. അത് തന്നെ തെറ്റാണ്. വിരലുകൊണ്ട് പല്ല് തേക്കല് കറാഹത്താണ്, തടയപ്പെട്ട കാര്യമാണ്. എന്നിട്ട് ആ പല്ല് തേച്ച കൈ കൊണ്ട് ആ ഹൗദിലിട്ടൊന്ന് ഇളക്കിയിട്ട് ആ കര മുഴുവനും തുപ്പി വൃത്തിയെ കേടാക്കുന്ന നമ്മൾ അദബ് പഠിക്കേണ്ടതുണ്ട്. എന്തായാലും ഉറക്കത്തിൽ അങ്ങനെ ഒരു പേടിപ്പെടുത്തുന്ന സ്വപ്നം കണ്ടാൽ നമ്മൾ എന്താ വേണ്ടത്? ഇടതുവശത്തേക്ക് ഒരുപാട് വലിയ ഒച്ചത്തലും കാർക്കിച്ചിട്ടൊന്നും തുപ്പണമെന്നില്ല, ഒരു തുപ്പൽ എന്നതൊന്ന് വരുത്തി തീർത്തിട്ട് ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് കാവല് ചോദിക്കണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, വലാ യുഖ്ബിറു ബിഹാ അഹദാ, അതൊരാളോട് പോലും നീ പറയാൻ നിൽക്കരുത്. ഒരു പേടിപ്പെടുത്തുന്ന സ്വപ്നമാണെങ്കിൽ, ഒരു പാമ്പിനെ കണ്ടു, അല്ലെങ്കിൽ മരിച്ചു പോകുന്നത് കണ്ടു, ഇങ്ങനെ സ്വപ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഓടുകയാണ് പള്ളിയിലെ മൗലിയാരുടെ അടുത്തേക്ക്, അപ്പുറത്തുള്ള തങ്ങളും പാപ്പാന്റെ അടുത്തേക്ക് ഓടിച്ചെന്നിട്ട്
ഇന്നലെ ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു, എന്താണ് അതിന്റെ അർത്ഥം? മൂല്യാർ അതിനെക്കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ മൂല്യാർക്ക് വിവരമില്ല എന്നായി. ആരോടും പറയരുതെന്ന് മുത്തുനബിയാണ് പഠിപ്പിച്ചത്. പിശാചിൽ നിന്ന് കാവൽ ചോദിക്കണം. വലാ യുഖ്ബിറു ബിഹാ അഹദാ, ഒരാളോട് പോലും അതിനെക്കുറിച്ച് പറയാൻ പാടില്ല. എന്നിട്ട് പറഞ്ഞു അവനൊരു നല്ല സ്വപ്നമാണ് കണ്ടതെങ്കിൽ അവൻ സന്തോഷിക്കട്ടെ. അവൻ ഇഷ്ടമുള്ള ഒരാളോടത് പറയാം. നാട് നീളെ പറഞ്ഞു നടക്കാൻ പാടില്ല. പേടിപ്പെടുത്തുന്ന സ്വപ്നമാണെങ്കിൽ ആരോടും പറയരുത്. അത് സ്വന്തം ഭാര്യയാണെങ്കിലും എത്ര വലിയ മൂല്യാരാണെങ്കിലും ആരോടും അതിനെക്കുറിച്ച് പറയരുത്. സന്തോഷം തരുന്ന സ്വപ്നമാണെങ്കിൽ നിന്നെ ഇഷ്ടപ്പെടുന്ന ഒരാളോട് നിനക്കത് പറയാം. അപ്പൊ സ്വപ്നം കാണുന്ന സമയത്ത് പിശാചിൽ നിന്ന് കാവൽ ചോദിക്കണമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകർ മറ്റൊരു സമയത്ത് പറഞ്ഞു, ഇദാ സമിഅ്തും നുബാഹൽ കിലാബി വനിഹീഖൽ ഹിമാരി ബില്ലൈൽ, നിങ്ങൾ നായ കുരക്കുന്നത് കേട്ടാൽ അല്ലെങ്കിൽ കഴുത അമറുന്നത് കേട്ടാൽ, പട്ടി കുരക്കുന്ന രാത്രിയിലൊക്കെ പട്ടി ഇങ്ങനെ ഓരിയിട്ട് കുരക്കുന്നത് കേട്ടാൽ നിങ്ങൾ എന്തു വേണം? ഫതഅവ്വദൂ ബില്ലാഹ്, നിങ്ങൾ അഊദു ചൊല്ലണം. അത് നായയോടുള്ള വെറുപ്പ് കൊണ്ടല്ല. ഇസ്ലാമിൽ നായയോട് വെറുപ്പ് എന്ന ഒന്നില്ല. ചില ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, നായയോട് വെറുപ്പ് വെച്ചു പുലർത്തണമെന്ന്. ശരിയല്ല. നായക്ക് ഭക്ഷണം കൊടുത്താൽ കൂലി കിട്ടും. ഏത് ജീവിക്ക് ഭക്ഷണം കൊടുത്താലും കൂലി കിട്ടും. കാരണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്, പച്ചക്കരളുള്ള ഏതൊന്നിനും നിങ്ങൾ എന്ത് സഹായം ചെയ്താലും അതിന് പ്രതിഫലമുണ്ട് എന്ന്. അപ്പൊ ദാഹിച്ചു വരുന്ന നായക്ക് കുടിക്കാൻ ഒരിത്തിരി വെള്ളം വെച്ചു കൊടുത്തോളൂ, ഭക്ഷണം കൊടുത്തോളൂ. നായ എന്ന് പറയുന്നത് അടുപ്പിക്കപ്പെടാൻ പറ്റാത്തൊരു ജീവിയൊന്നുമല്ല. പക്ഷേ ആ നായയിൽ നിന്ന് വരുന്ന മാലിന്യങ്ങൾ, അതിൻ്റെ ഉമിനീരാണെങ്കിൽ, അതിൻ്റെ മൂത്രമാണെങ്കിൽ, അതിൻ്റെ മറ്റെന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അത് നജസാണ്. ശാഫിഈ മദ്ഹബിലാണെങ്കിൽ നായ എന്നത് ഐനുൻ നജസാണ്. നായ വന്നൊന്ന് തൊട്ടു എന്നതുകൊണ്ട് ശാഫിഈ മദ്ഹബിൽ പ്രശ്നമില്ല. പക്ഷേ നനവോടുകൂടിയാണ് നായ തൊടുന്നതെങ്കിൽ, നായയുടെ നനവുള്ള ഭാഗമാണ് നമ്മുടെ ദേഹത്ത് സ്പർശിക്കുന്നതെങ്കിൽ നമ്മൾ 7 തവണ കഴുകണം. അതിലൊരു തവണ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടുമായിരിക്കണം. ഇത് ശാഫിഈ മദ്ഹബിലാണ്. അബൂ ഹനീഫ ഇമാമിന്റെ മദ്ഹബിൽ, നമ്മുടെ മദ്ഹബില് അത് ഐനുൻ നജസല്ല നായ. എന്നാലും നായയുടെ നനവുള്ള ഭാഗം തൊട്ടാൽ 3 വട്ടം കഴുകണം, മണ്ണ് കലക്കണമെന്നില്ല. ഇങ്ങനെ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ മസ്അലകൾക്കിടയിലുണ്ട്. എന്തായാലും അങ്ങനെ ഒരു നായ രാത്രിയിൽ കുരക്കുന്നത് കേട്ടാൽ നിങ്ങൾ അല്ലാഹുവിനോട് കാവൽ ചോദിക്കണം. കാരണം എന്താണെന്നറിയോ? ഫഇന്നഹുന്ന യറൈന മാ ലാ തറഊൻ, നിങ്ങൾ കാണാത്തത് അവകൾക്ക് കാണാൻ കഴിയും. ഇപ്പൊ വയനാട്ടിലൊരു പ്രളയം, ഒരു ഉരുൾപൊട്ടലുണ്ടായ സാഹചര്യത്തിൽ ആ നാട്ടുകാർ രക്ഷപ്പെട്ട ചിലർ പറഞ്ഞില്ലേ, ഉരുൾപൊട്ടലുണ്ടാകുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ നായകൾ കുരക്കുന്നത് പതിവിലും വിപരീതമായി കുരക്കുന്നത് കേൾക്കാൻ കഴിഞ്ഞു എന്നാണ്. ഉണ്ടാവാം. ഫഇന്നഹുന്ന യറൈന മാ ലാ തറഊൻ, നിങ്ങൾ കാണാത്തത് നായകൾക്ക് കാണാൻ കഴിഞ്ഞേക്കാം. അല്ലാഹു തആല അങ്ങനെ ചില കഴിവുകൾ ചില ജീവികൾക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അല്ലാഹുവിനോട് കാവൽ ചോദിക്കണം. അങ്ങനെ അഊദു ഓതിക്കൊണ്ട് നമ്മൾ സൂറത്തുൽ ഫാത്തിഹ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചൊല്ലുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം
റഹ്മാനും റഹീമുമായ അല്ലാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ചില ഖുർആനിന്റെ പരിഭാഷകൾ എടുത്തു മറിച്ചു നോക്കിയാൽ പരമകാരുണ്യകനും കരുണാനിധിയും, അങ്ങനൊന്നും അതിനർത്ഥമില്ല. എവിടെന്നപ്പോ ഒരു കരുണാനിധി കയറി വന്നെന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എളുപ്പത്തിന് ആരോ പറഞ്ഞ ഒരു വാക്കാണ്. പരമകാരുണ്യകൻ, അതൊന്നും അല്ല അർ റഹ്മാന്റെ അർത്ഥം. ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്നവൻ അർ റഹ്മാൻ. അള്ളാഹുവിന്റെ കാരുണ്യമാ പറയുന്നത്. അർ റഹീം, ഈ ലോകത്ത് അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിച്ചവർക്ക് മാത്രം നാളെ പരലോകത്ത് ഗുണം ചെയ്യുന്നവൻ, അതാണ് അതിന്റെ അർത്ഥം. അല്ലാതെ പരമകാരുണ്യകനും കരുണാനിധിയൊന്നുമില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വലിയ പ്രതിഫലമുള്ള ശ്രേഷ്ഠതയുള്ള ഒരായത്ത്. ശാഫിഈ മദ്ഹബ് അനുസരിച്ച് ഇത് ഫാത്തിഹയിൽപ്പെട്ട ഒരായത്താണ്. അബൂ ഹനീഫ ഇമാമിന്റെ മദ്ഹബിൽ അത് ഫാത്തിഹയിൽപ്പെട്ട ആയത്തല്ല, എങ്കിലും നിസ്കാരത്തിൽ അത് പതുക്ക ഓതൽ സുന്നത്താണ്, ഉറക്ക ഓതൽ കറാഹത്താണ്. ശാഫിഈ മദ്ഹബിലാണെങ്കിൽ ഉറക്കെ ഓതി നിസ്കരിക്കുന്ന നിസ്കാരങ്ങളിൽ ബിസ്മിയും ഉറക്കെ ഓതണം. ഹനഫി ഇമാമിന്റെ മദ്ഹബിലാണെങ്കിൽ നിസ്കാരത്തിലാണെങ്കിലും പതുക്കയോതിയാൽ മതി. ഖുത്ബയോതുമ്പോഴാണെങ്കിലും ഇടക്കൊരു ആയത്ത് നമ്മൾ ഓതാറുണ്ട്, അപ്പോഴും ബിസ്മി പാടില്ല. പക്ഷേ ഒരു മുഴുവൻ സൂറത്താണ് ഓതുന്നതെങ്കിൽ ബിസ്മി ഓതൽ സുന്നത്തുമാണ്. അബൂ ഹനീഫ ഇമാമിന്റെ മദ്ഹബിൽ ഇടക്കെങ്ങാനും ഞാൻ ബിസ്മി ഓതിപ്പോയാൽ മൂലയാർ ഷാഫിയായി എന്ന് പറയരുത് എന്ന് ഓർത്തിട്ട് പറഞ്ഞതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമുമായ അല്ലാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ്. ഖുർആനിൽ 114 സൂറത്തുകളുണ്ട്. 114 സൂറത്തുകളും ഓതി തുടങ്ങുന്നത് ബിസ്മി കൊണ്ടാണ്. എന്നാൽ 313 സൂറത്തുകളും ഒരു സൂറത്തിൽ നമ്മൾ ബിസ്മി ഓതാറില്ല. സൂറത്തിന്റെ പേരറിയാമായിരിക്കും, സൂറത്തു തൗബ എന്നാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ബിസ്മി ഓതാത്തത്? ആ സൂറത്തിൽ ചർച്ച ചെയ്യുന്ന വിഷയം മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി എന്ന അത്തഫ്സീറുൽ കബീർ എന്ന വലിയ ഗ്രന്ഥമെഴുതിയ ലോകത്തറിയപ്പെട്ട ഇമാം രേഖപ്പെടുത്തുകയാണ്. എല്ലാ സൂറത്തുകളിലും ബിസ്മി ഓതി തുടങ്ങുമ്പോ എന്തുകൊണ്ടാണ് സൂറത്തു തൗബയുടെ തുടക്കത്തിൽ ബിസ്മി ഓതാത്തത്? മഹാനവറുകൾ പറയുന്നു, ആ സൂറത്ത് ചർച്ച ചെയ്യുന്നത് യുദ്ധത്തെ കുറിച്ചാണ്. ആ സൂറത്തിലെ ചർച്ച യുദ്ധമാണ്. ആ സൂറത്തിൽ അല്ലാഹു തആല ഒരു യുദ്ധ സാഹചര്യം ഉണ്ടായാൽ എങ്ങനെ ഇടപെടണം, എന്തു പ്രവർത്തിക്കണം എന്നൊക്കെ ചർച്ച ചെയ്യുന്ന സൂറത്താണ്. അതിലാണ് അല്ലാഹു തആല ചോദിക്കുന്നത്, അലാ തുഖാതിലൂന ഖൗമൻ നഖഫു വൈമാനഹും വഹമ്മു ബിഇഖ്റാജിർ റസൂലി വഹും ബദഊകും അവ്വല മർറ അതഖ്ശൗഹും ഫല്ലാഹു അൻ തഖ്ശൗഹും ഇൻ കുൻതും മുഅ്മിനീൻ. അല്ലാഹു തആല ആയത്തിൽ ചോദിക്കുന്നു, മുസ്ലിമീങ്ങളെ യുദ്ധവീരന്മാരാക്കുന്നവർ, മുസ്ലിമീങ്ങളെ ഭീകരവാദികളാക്കുന്നവർ, മുസ്ലിമീങ്ങളെ തീവ്രവാദികളാക്കുന്നവർ. കഴിഞ്ഞ ആഴ്ചയല്ലേ നമ്മുടെ രാജ്യത്തിന്റെ തലസ്ഥാനത്ത് ഡൽഹിയിൽ ഒരു ചാവേറാക്രമണം നടന്ന് കുറച്ചാളുകൾ മരണപ്പെട്ടു പോയത്? ചാവേറാക്രമണം നടന്ന് കുറെ ആളുകൾ മരണപ്പെട്ടു. പിടിക്കപ്പെട്ടവരൊക്കെ മുസ്ലിം പേരുള്ള ആളുകളാണ്. അതിലൊരു ഉമർ നബി എന്ന് പറയുന്ന ഒരുത്തൻ, പുതിയ നബിയൊന്നും അല്ല കേട്ടോ, ഉമർ നബി എന്നാണ് അയാളുടെ പേര്. എന്ത് ചെയ്യാൻ പറ്റും? ഏതായാലും ഇസ്ലാമിൽ മുത്തുനബി തങ്ങൾക്ക് ശേഷം ഒരു പ്രവാചകൻ വരാനില്ല. അതുകൊണ്ട് ഉമർ നബി എന്ന് കേൾക്കുമ്പോൾ അലൈഹിസ്സലാം ഒന്നും ചൊല്ലേണ്ട, ആള് ഭീകരവാദിയാണ്. അയാള് പിടിക്കപ്പെടുന്നതിന് മുമ്പ് ഡോക്ടറും കൂടിയാണ്, വിദ്യാഭ്യാസമുള്ള ആളാണ്. പിടിക്കപ്പെടുന്നതിന് മുമ്പ് ആളുകൾക്ക് കൊടുത്ത ഒരു ക്ലാസ്സിൽ പറയുന്നുണ്ട്, ചാവേറായി പൊട്ടിത്തെറിക്കുന്നത് രക്തസാക്ഷിയുടെ കൂലി കിട്ടുന്ന കാര്യമാണ്.
ചില പണ്ഡിതന്മാർ പറയുന്നു ചാവേറായി പൊട്ടിത്തെറിക്കാൻ പാടില്ല എന്ന്. പക്ഷേ അതിന് ഷഹീദിന്റെ പദവി കിട്ടുമെന്ന് പറഞ്ഞ വിവരമില്ലാത്ത ആളുകളുടെ അരയില് ബോംബ് വെച്ച് കൊടുത്തിട്ട് പാവപ്പെട്ട ആളുകൾ എവിടെയെങ്കിലും നിൽക്കുന്നെങ്കിൽ അവർക്കിടയിലേക്ക് പോയി പൊട്ടിത്തെറിച്ച് സ്വർഗം കൊതിക്കുന്ന ആളുകൾ ഇല്ല, നരകമായിരിക്കും അവർക്ക്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തൊരു യുദ്ധം നടക്കുകയാണ്. ആ യുദ്ധ സന്ദർഭത്തില് ഒരു മനുഷ്യൻ വല്ലാത്ത ശൂരതയില് വീര്യത്തില് ശത്രുക്കളോട് പോരാടുകയാണ്. സഹാബി പറയാൻ, ഞങ്ങൾ ഇങ്ങനെ നബി തങ്ങളുടെ കൂടെ നടന്നു. യുദ്ധത്തിനിടയിൽ തിരുനബി ഒരു സ്ഥലത്ത് വന്ന് വിശ്രമിക്കാനിരുന്നു. ഞങ്ങളും പോയി കൂടെ. അപ്പുറത്ത് യുദ്ധം നടക്കുന്നുണ്ട്. ഈ പറഞ്ഞ മനുഷ്യൻ ധീരയോദ്ധാവിനെ പോലെ ആക്രമിച്ചുകൊണ്ട് മുന്നേറുകയാണ്. അത് കണ്ടപ്പോ ഞങ്ങൾ പറഞ്ഞു, എന്താണ് ആ മനുഷ്യന്റെ യുദ്ധപാടവം? ഇന്നത്തെ ഈ ദിവസം അയാൾക്ക് കിട്ടുന്നത് പോലൊരു കൂലി ഞങ്ങൾക്കാർക്കും കിട്ടൂല. അത്രയും വിശ്രമമില്ലാതെ പോരാട്ടം നടത്തുന്ന ഒരാൾ. ഇത് സ്വഹാബികളങ്ങ് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അമാ ഇന്നഹു മിൻ അഹ്ലിൻ നാർ, എന്നാ അറിഞ്ഞോളണം, അവൻ നരകാവകാശിയാണ്. അവൻ നരകാവകാശിയാണ്. ഒരാളുടെ പുറം കണ്ടിട്ട്, ഒരാളുടെ കയ്യിലെ തസ്ബീഹ് മാല കണ്ടിട്ട്, ഒരാളുടെ കയ്യിലെ കുറെ മോതിരം കണ്ടിട്ട് അവൻ വലിയ സൂഫിയാണെന്നും മൗലിയാണെന്നും സ്വർഗത്തിലാണെന്നൊന്നും കരുതാൻ നിൽക്കല്ലേ. നമ്മൾ കരുതുന്നത് പോലെയാകണമെന്നില്ല കാര്യം. ആ മനുഷ്യന്റെ യുദ്ധപാടവം കണ്ട സ്വഹാബത്ത് പറഞ്ഞു അവൻ സ്വർഗത്തിലാണെന്ന്, മുത്തുനബി പറഞ്ഞു നരകത്തിലാണ്. ഇതങ്ങോട്ട് കേട്ടപ്പോ ഒരു സ്വഹാബിക്ക് വല്ലാത്തൊരാശങ്ക. കാരണം അയാൾ ചെയ്യുന്ന പണി എത്ര വലുതാണ്. പക്ഷെ പറഞ്ഞത് തിരുനബിയാണ്, നുണ പറയാത്ത പ്രവാചകനാണ്. എന്നാൽ അയാൾ ചെയ്യുന്നതോ കൂലി കൂടുതൽ കിട്ടുന്ന കാര്യമാണ്. എന്ത് ചെയ്യും? ഏത് വിശ്വസിക്കും? ഏതിനെ തള്ളിപ്പറയും? ആ ഒരു സ്വഹാബി പറയാൻ, ഞാൻ അയാളുടെ പിന്നാലെ കൂടി. അയാൾ അങ്ങോട്ടോടുമ്പോൾ ഞാൻ പുറകോടി. മൂപ്പരുടെ പണി യുദ്ധം ചെയ്യലല്ല, യുദ്ധം ചെയ്യുന്ന ആളെ നോക്കലാണ്. ഇങ്ങോട്ടോടുമ്പോൾ ഞാൻ ഇങ്ങോട്ടോടും. അങ്ങനെ കുറേ ഓടി നടന്നു. ഇടയിൽ അയാളുടെ കാലിൽ ഒരു മുറിവ് പറ്റി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് സംഭവിക്കാൻ പോകുന്നു. അയാളുടെ ആ മനുഷ്യന്റെ കാലിൽ ഒരു മുറിവ് പറ്റി. അങ്ങനെ അയാള് ആത്മഹത്യ ചെയ്യുകയാണ്. എങ്ങനെയാണ് ആത്മഹത്യ ചെയ്യുന്നതെന്നറിയുമോ? അയാൾ അയാളുടെ വാൾ നിലത്തു കുത്തിവെച്ചു. എന്നിട്ട് ആ വാളിന്റെ മൂർച്ചയുള്ള തലഭാഗം അയാളുടെ നെഞ്ചിന്റെ ഇടയിലേക്ക് വെച്ചിട്ട് ആ വാളിന്റെ മൂർച്ചയുള്ള ഭാഗത്തേക്ക് ആ വാളിന്റെ മൂർച്ചയിലേക്ക് അയാളുടെ നെഞ്ചു കുത്തിയിറക്കി ആത്മഹത്യ ചെയ്ത് കളഞ്ഞു. മുത്തുനബി തങ്ങളുടെ കാലത്തെ യുദ്ധ സമയത്ത് ഇസ്ലാമിന് വേണ്ടി പോരാടിയ ഒരാള് വേദന സഹിക്കാൻ പറ്റാഞ്ഞിട്ട് ആത്മഹത്യ ചെയ്ത് കളഞ്ഞു. അയാള് നരകത്തിലാണെന്ന് ലോകത്തിന്റെ നേതാവ് പഠിപ്പിച്ചുവെങ്കിൽ നിരപരാധികളെ കൊന്നുകളയുന്ന അങ്ങാടികളിലും ആൾക്കൂട്ടത്തിനിടയിലും ആരുമറിയാതെ ഏതെങ്കിലും ഒരു ബാഗിലും കാറിലുമൊക്കെ ബോംബ് കൊണ്ടുവന്ന് വെച്ച് പൊട്ടിത്തെറിക്കുന്ന ചാവേറുകൾ അവർ സ്വർഗത്തിൽ പോകില്ലെന്നു മാത്രമല്ല, അവർ നരകത്തിന്റെ അവകാശികളാണ്. ഇത് പഠിപ്പിച്ചവരാ മുസ്ലിമീങ്ങൾ. അവർക്കെങ്ങനാ ചാവേറാകാൻ പറ്റുക? അവർക്കെങ്ങനെയാ തീവ്രവാദികളാകാൻ പറ്റുക? ഒരിക്കലുമില്ല. എന്തായാലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇങ്ങനെ ആത്മഹത്യ നരകത്തിലാണെന്ന് പഠിപ്പിച്ചപ്പോ അത് ചർച്ച ചെയ്യുന്ന, അല്ലെങ്കിൽ യുദ്ധം ചർച്ച ചെയ്യുന്ന ഒരു സൂറത്തായ സൂറത്തു തൗബയുടെ തുടക്കത്തില് ബിസ്മി അങ്ങോട്ട് ഒഴിവാക്കി. കാരണം ബിസ്മി ചൊല്ലി പറയുന്ന കാര്യങ്ങളൊക്കെ യുദ്ധവുമായി ബന്ധപ്പെട്ടതാണ്. യുദ്ധം മോശമായിട്ടല്ല, യുദ്ധം നല്ലതായിട്ടുമല്ല.
ചില സാഹചര്യത്തിൽ യുദ്ധം വേണ്ടിവരും. ഇസ്ലാമിൽ അങ്ങനെയേ യുദ്ധം ഉണ്ടായിട്ടുള്ളൂ. അതാണ് ഖുർആൻ പറയുന്നത്, വിശുദ്ധ ഖുർആൻ പറയുന്നത്, അലാ തുഖാതിലൂന ഖൗമൻ, ഒരു ജനതയോട് നിങ്ങൾ എന്തേ യുദ്ധം ചെയ്യാത്തത്? ഏതാണ് ആ ജനത? നഖഫു ഐമാനഹും, അവരെല്ലാ കരാറും ലംഘിച്ചു. വഹമ്മു ബിഇഖ്റാജിർ റസൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുറത്താക്കാൻ വേണ്ടി അവർ ചിന്തിച്ചു, പരിശ്രമിച്ചു. എന്നു മാത്രമല്ല, വഹും ബദഊകും അവ്വല മറ, അവരാണ് ആദ്യം തുടങ്ങിയത്. ഈ പ്രശ്നമുണ്ടാക്കിയത് അവരാണ്, മുസ്ലിമീങ്ങളല്ല. മുസ്ലിമീങ്ങളല്ല പ്രശ്നമുണ്ടാക്കിയത്, മുസ്ലിമീങ്ങൾ പ്രശ്നമുണ്ടാക്കുന്നവരുമല്ല. മുസ്ലിമീങ്ങൾ പ്രശ്നമുണ്ടാക്കാനും പാടില്ല. ഇസ്ലാമിൽ അക്രമം പാടില്ലാത്തൊരു മതമാണ്. ഒരാളെയും ആക്രമിക്കാൻ പാടില്ല, വേദനിപ്പിക്കാൻ പാടില്ല. അങ്ങനെ ആക്രമിച്ചാലുണ്ടല്ലോ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്, ഇസ്തിനാൻ, രണ്ട് കാര്യങ്ങൾ, യുഅജ്ജിലുഹും അല്ലാഹു ഫിദ്ദുനിയ, ആ രണ്ട് കാര്യത്തിനും അല്ലാഹു ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ തരും, അനുഭവിക്കാതെ ഇവിടെ നിന്ന് പോകില്ല. ഒന്ന് അൽ ബഗി, അക്രമമാണ്. അക്രമം, അനീതി, വഞ്ചന, ചതി, ഇതൊന്നും ഇവിടെ വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അനുഭവിക്കാതെ ഈ ലോകം വിട്ടുപോകാൻ പറ്റില്ല. രണ്ടാമത്തത് വൽ ആഖുലി വാലിദൈൻ, മാതാപിതാക്കളെ ധിക്കരിക്കലാണ്. ഉമ്മയെ ധിക്കരിക്കുന്നവൻ, വാപ്പയെ ധിക്കരിക്കുന്നവൻ, മാതാപിതാക്കളെ കൊണ്ടുപോയി സംരക്ഷിക്കാൻ മടിയുള്ളത് കൊണ്ട് അവരെ വൃദ്ധസദനങ്ങളിലാക്കുന്നവർ. ഇന്നിപ്പോ നമ്മുടെ നാട്ടിൽ പെട്ടിക്കടകൾ പോലെ വൃദ്ധസദനങ്ങൾ ഉണ്ട് എന്നാണ് കണക്ക്. ഒരു കാര്യത്തിൽ മുസ്ലിമീങ്ങൾക്ക് അഭിമാനിക്കാം, അവിടെ വരുന്ന അന്തേവാസികളുടെ എണ്ണത്തിൽ മുസ്ലിമീങ്ങളുടെ എണ്ണം വളരെ കുറവാണ്. ആ ഒരു കാര്യത്തിൽ നമ്മൾ മിടുക്കന്മാരാണ്. ബാക്കി എന്തെടുത്തു നോക്കിക്കോ, നമ്മളൊക്കെ മുമ്പിലുണ്ടാവും. പീഡനം എടുത്തു നോക്കിയാൽ പേര് മുസ്ലിമിൻ്റെതാണ്. ഞാനിങ്ങനെ വായിക്കുമ്പോൾ ആദ്യം നോക്കുന്നത്, പടച്ചോനെ പേര് മുസ്ലിമിൻ്റേതാണോ എന്നാണ്. അല്ലെന്നറിഞ്ഞ ഒരു സമാധാനമാണ്. കാരണം എന്താ, നമ്മളെ ഇന്ന് അത് വെച്ച് ആക്രമിക്കുന്ന ഒരു പക്ഷം അപ്പുറത്തുണ്ട്. പേര് മുസ്ലിമിൻ്റേതായാൽ മതി. ഇന്ന് ഇസ്ലാം വിട്ടുപോയവനും ഒക്കെ ആ പേരും കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്, അല്ലേ? ഇസ്ലാമൊന്നും ആയിരിക്കുമല്ലോ, പക്ഷെ പേര് മുസ്ലിമിൻ്റെതാണ്. അത് കാണുമ്പോഴേക്കും ഇസ്ലാമിനെ കടന്നാക്രമിക്കുന്ന ആളുകൾ, എല്ലാത്തിലും മുസ്ലിം മുമ്പിലാണെങ്കിലും ഈ ഒരു വിഷയത്തിൽ എന്നാലും ചില വീടുകളിലുണ്ട് ഒറ്റ വളർത്തിയ ഉമ്മയെ, വാപ്പ സഹിച്ച വെയില്, വാപ്പ സഹിച്ച വെപ്രാളം, വാപ്പ സഹിച്ച വേദന എന്തെല്ലാമാണ് പറയാൻ കഴിയോ, ചിന്തിക്കാൻ കഴിയോ? അവരുടെയൊക്കെ ത്യാഗം, അവരുടെയൊക്കെ കഷ്ടപ്പാട്, അവരുടെയൊക്കെ കണ്ണീര്. നമ്മളൊക്കെ ചെറുതായിരുന്നപ്പോ ഒന്ന് പുറത്തു പോയിട്ട് തിരിച്ചു വരാൻ ഒരു 5 മിനിറ്റ് വൈകിയാൽ ഹൃദയമിടിക്കുന്ന ഉമ്മ, നമ്മളെ കാത്തു വഴിക്കണ്ണുമായി നിൽക്കുന്ന ഉമ്മ, നമ്മുടെ മൂക്കൊന്നു വിയർക്കുമ്പോ ഉറക്കമൊഴിച്ച് കൂടെയിരിക്കുന്ന നമ്മുടെ ഉമ്മ, നമ്മളൊന്ന് കരയുമ്പോ അമ്മിഞ്ഞ പാല് തന്ന് നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന നമ്മുടെ ഉമ്മ. ആ ഉമ്മയല്ലേ നീ ഒരു പണക്കാരനായപ്പോ, നീ ഒരു ഉദ്യോഗസ്ഥനായപ്പോ, നീ ഒരു ജോലിക്കാരനായപ്പോ, നീ ഒരു പെണ്ണ് കെട്ടിയപ്പോ നിന്റെ ഉമ്മയെ കൊണ്ടുപോയി വൃദ്ധസദനത്തിലാക്കി. ആ ഉമ്മ ആ വൃദ്ധസദനത്തില് വഴിക്കണ്ണുമായി കാത്തു നിൽക്കുന്നുണ്ട്, എന്റെ മോനൊന്ന് വന്നിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചിട്ട്. എത്ര ഉമ്മമാരുണ്ടെന്നറിയോ? ആ വേദന അനുഭവിക്കാതെ പോകാൻ കഴിയോ ദുനിയാവിൽ നിന്ന്? അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ് കൊടുക്കട്ടെ. മരണപ്പെട്ടു പോയവരുണ്ട്, അള്ളാഹു ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. സഹോദരന്മാരെ, അതുകൊണ്ട് അക്രമം ഒരിക്കലും അല്ലാഹു തആല പൊരുത്തപ്പെടുന്നതല്ല. ദുനിയാവിൽ വെച്ച് തന്നെ അനുഭവിക്കാതെ പോകില്ല. അങ്ങനെ ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് തിരുനബി തങ്ങൾ യുദ്ധം ചെയ്തേണ്ടി വന്നത്. എന്നിട്ടും ആ യുദ്ധം ചെയ്യുന്ന സൂറത്തിൽ തുടക്കത്തിൽ ബിസ്മി അങ്ങോട്ട് ഒഴിവാക്കുകയാണ്. കാരണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ അർ-റഹ്മാൻ ആരാണെന്നറിയോ? അള്ളാഹുവാണ്. നമ്മുടെ ആ ആയത്തിനകത്ത് അള്ളാഹുവിന്റെ 3 പേരുകളുണ്ട്. അള്ളാഹ് എന്ന ഒരു പേര്, അർ-റഹ്മാൻ എന്നൊരു പേര്, അർ-റഹീം എന്നൊരു പേര്. അത് വല്ലാത്തൊരു പേരാണ്.
ബിസ്മി കൊണ്ട് എന്തും തുടങ്ങണം. തുടങ്ങേണ്ടത് ബിസ്മി കൊണ്ടാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞൊരു കാര്യം തുടങ്ങിയാൽ അതിൽ ബറക്കത്തുണ്ടാകും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, ഏതെങ്കിലും ഒരു കാര്യം ലാ യുബ്ദഉ ബിസ്മില്ലാഹി ഫഹുവ അബ്തർ, ബിസ്മി കൊണ്ട് തുടങ്ങാത്ത കാര്യങ്ങളൊന്നും ബറക്കത്തുണ്ടാവില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനായ റബ്ബിന്റെ റഹീമായ റബ്ബിന്റെ ഈ ലോകത്ത് വഴിപ്പെടുന്നവർക്കും വഴിപ്പെടാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന അല്ലാഹ്, അതാണ് റഹ്മാൻ. വഴിപ്പെട്ടവർക്ക് മാത്രം നാളെ സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്ന അല്ലാഹ്, അള്ളാഹുവിൻ്റെ ഇരു ലോകത്തിൻ്റെയും കാരുണ്യത്തിൻ്റെ ചിത്രം വരച്ച് കാണിക്കുന്ന ഒന്നാമത്തെ പേരാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ നമ്മൾ സ്നേഹിക്കണം. അതിൻ്റെ മേലെ വേറൊന്നിനെ സ്നേഹിക്കാൻ നിൽക്കരുത്. ഇന്നിപ്പോൾ കുറേ കള്ള സൂഫികൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ. മിനിഞ്ഞാന്ന് ഞാനൊരു പാട്ട് കേട്ടു, ഒരു ചങ്ങാതിയുടേതാണ്. 313 ബദരീങ്ങളുടെ സ്ഥാനത്ത് CM മടവൂർ നിൽക്കുമെന്നാണ്. CM മടവൂർ എന്ന് പറഞ്ഞ ഒരു മഹാനായ മനുഷ്യൻ കോഴിക്കോട് ജീവിച്ചിട്ടുണ്ട്. വലിയാണ് എന്ന് മുസ്ലിം സമൂഹം അംഗീകരിച്ച ആളാണ്. കറാമത്തുകൾ സ്ഥിരപ്പെട്ടിട്ടുള്ള ആളാണ്. മഹാനവറുകൾ സിയാറത്ത് ചെയ്യലും നല്ലതാണ്. പക്ഷെ ഇന്ന് ആ മഹാനെ ഈ സമൂഹത്തിൽ ഇത്രമാത്രം മോശപ്പേരാക്കിയത്, ചീത്തപ്പേരാക്കിയത് ഈ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളാണ്. എന്തെല്ലാം പാട്ടാണെന്നറിയോ? ഒരുത്തൻ അങ്ങോട്ട് വന്ന് നിന്നിട്ട് തലയിൽ ഒരു കറുത്ത തുണിയും കെട്ടിയിട്ട് മ്യൂസിക്കൊക്കെ ഉള്ള പാട്ടാണ്. മ്യൂസിക് തന്നെ ഇസ്ലാമിൽ അനുവദനീയമല്ല. ഈ ചെണ്ടമുട്ടും താളമേളങ്ങളൊന്നും ഇസ്ലാമിൽ അനുവദനീയമല്ല. അതൊക്കെ ഇട്ടുകൊണ്ടിട്ട് വായിൽ തോന്നിയത് അങ്ങോട്ട് പാടുകയാണ്. സിദ്റത്തുൽ മുന്തഹ കടന്നുപോയോരെന്നൊക്കെയാണ് CM വലിയുല്ലാഹിയെ കുറിച്ച് ചോദിക്കുന്നത്. എന്താണ് ഈ സിദ്റത്തുൽ മുന്തഹ? ലോകത്തൊരു മനുഷ്യൻ പോയിട്ടുണ്ടെങ്കിൽ അത് മുത്തുനബി തങ്ങളു മാത്രമാണ്. അതിനപ്പുറത്തേക്ക് വേറൊരാൾ പോയിട്ടില്ലാത്ത സിദ്റത്തുൽ മുന്തഹ CM മടവൂര് കടന്നുപോയി എന്ന് പാടുന്നവൻ CM മടവൂരിനെ സ്നേഹിക്കുകയാണോ ആക്ഷേപിക്കുകയാണോ? സ്നേഹിക്കുകയാണെന്ന് പറഞ്ഞ് ചെയ്യുന്നതാണ്. വേറൊരു പാട്ടിൽ ഞാൻ കേട്ടതാണ്, ലോകമുണ്ടായത് അന്നു മുതൽ ഇന്ന് വരെ ഇതുപോലത്തൊരു പവിഴം വേറെ ഉണ്ടായിട്ടില്ല എന്നാണ്. ഇന്നാലില്ല. ലോകമുണ്ടായ അന്നു മുതൽ ഇന്ന് വരെ ഇതുപോലത്തൊരു പവിഴം, ഒരു മുത്തുണ്ടായിട്ടില്ല എന്ന് CM വലിയുല്ലാഹി എങ്ങാനും ഇവനെ ഒന്ന് കയ്യിൽ കിട്ടിയാൽ എന്ത് ചെയ്യുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ അതിൻ്റെ താഴെയാണെന്ന് പറഞ്ഞു വെക്കുകയാണ്. ബദരീങ്ങളെയൊക്കെ നിസാരപ്പെടുത്താണ്. ആരാണ് ബദരീങ്ങൾ? ഇസ്ലാമിൻ്റെ ആദ്യ യുദ്ധഭൂമിയിലേക്ക് നിറപ്പട്ടിണിയോടുകൂടി ആയുധങ്ങളില്ലാതെ 1000-ഓളം വരുന്ന ഇരുട്ടിൻ്റെ ഉപാസകരോട് സമരത്തിന് തയ്യാറായ നിറപട്ടിണിയുള്ള പാവങ്ങൾ. അപ്പുറത്തുള്ളത് അബൂജഹലാണ്. കയ്യിൽ വാളാണ്, വാഹനമുണ്ട്, ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. തലേ ദിവസം അവിടെ അവർ മദ്യപിച്ചും ഉല്ലസിച്ചും ആനന്ദം കൊള്ളുകയായിരുന്നു. നാളെ മുഹമ്മദിന്റെയും കൂട്ടരുടെയും പണി തീർക്കുമെന്ന് പറഞ്ഞു. എന്നിട്ടും പതറാതെ നിന്ന് പോരാടിയ ആ 313ന്റെ മേലെ വേറൊരു മനുഷ്യനുണ്ടെന്ന് പറഞ്ഞാൽ അവനെ കൊണ്ടുപോയി ചികിത്സിക്കേണ്ടത് വേറെ സ്ഥലത്താണ്. അവൻ ഏത് മഹബത്തിന്റെ പേര് പറഞ്ഞാലും കൂടിപ്പോകരുത്, നമ്മൾ വീണുപോകരുത്. നമ്മൾ സ്നേഹിക്കണം. നമ്മൾ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കണം. ഔലിയാക്കളെ സ്നേഹിക്കണം, അമ്പിയാക്കളെ സ്നേഹിക്കണം. മദ്ഹ് പറഞ്ഞു 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 പറഞ്ഞ് മുത്തുനബിയെ പടച്ചോനാക്കാൻ പറ്റുമോ? ആ തിരുനബിയെ പടച്ചോനാക്കാൻ പറ്റുമോ? എന്നിട്ടല്ലേ ഇപ്പൊ CM മടവൂരാണ് പടച്ചോനെന്ന് പാടിയ ഞാനിങ്ങനെ പറയേണ്ടി വന്നത്. കുറേ ആളുകൾ അതിനകത്ത് പോയിട്ട് മാഷാ അല്ലാഹ് എഴുതുക. നിങ്ങളാരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ ചെയ്യരുത്, ഈമാൻ തെറ്റിപ്പോകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് മഹബ്ബത്ത് വേണം. അതിരില്ലാത്ത വർണ്ണനകൾ പറയാൻ പറ്റുന്നത് തിരുനബി സല്ലല്ലാഹു അള്ളാഹുവിനെ മാത്രമാണ്. അതിന് താഴത്തേക്കുള്ള ആരും നിബന്ധനകൾക്കപ്പുറമല്ല. തിരുനബി തങ്ങളെ മദ്ഹ് പറയണോ? പറയാം, എത്രയും മദ്ഹ് പറയാം. പക്ഷെ അള്ളാന്റെ അടുത്തേക്ക് എത്തിക്കരുത്. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജനതയ്ക്ക് പറ്റിയത് തിരുനബി തങ്ങൾ പറഞ്ഞില്ലേ, ലാ തുറൂനി കമാ അത്റത്തിൻ നസാറ ഈസ ബിന മറിയം.
ഈസയെ അവരുടെ ആളുകൾ മദ്ഹ് ചെയ്തതുപോലെ നിങ്ങൾ എന്നെ മദ്ഹ് ചെയ്യരുത്. അവർ പറഞ്ഞു ഈസാ നബിയെ ദൈവപുത്രനാക്കി, ദൈവമാക്കി, അല്ലേ?